നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് കെ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പിന്നീട് പരിഗണിക്കുവാൻ മാറ്റി. ഗുരുതര സ്വഭാവമുള്ള കേസെന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചിലാണ് ഹർജി എത്തിയത്. പത്മകുമാറിനെതിരെയുള്ള 2 കേസുകളിൽ ഒരെണ്ണത്തിലാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ നൽകിയത്. ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി തള്ളിയിരുന്നു. ആ നടപടിയെ ചോദ്യം ചെയ്താണ് പത്മകുമാർ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച ഉടൻ തന്നെ ജസ്റ്റിസ് ബദറുദ്ദീൻ പറഞ്ഞത്, ഇത് പെട്ടെന്ന് തീരുമാനമെടുക്കുവാൻ പറ്റുന്ന കേസല്ല, ഗുരുതര സ്വഭാവമുള്ളതാണ്, വിശദമായ വാദം കേൾക്കേണ്ടതുണ്ട് എന്നാണ് പ്രതികരിച്ചത്. ഗുരുതര സ്വഭാവമുള്ള കേസെന്നാണ് ഇപ്പോൾ കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചിലാണ് ഇത്തരത്തിൽ ഹർജി എത്തിയത്. പത്മകുമാറിനെതിരെയുള്ള 2 കേസുകളിൽ ഒരെണ്ണത്തിലാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ നൽകിയത്. തുടർന്ന് മറ്റൊരു ജാമ്യാപേക്ഷ വിജിലൻസ് കോടതി തള്ളുകയായിരുന്നു. ആ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് പത്മകുമാർ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി പരിഗണിച്ച ഉടൻ തന്നെ ജസ്റ്റിസ് ബദറുദ്ദീൻ പറഞ്ഞത്, ഇത് പെട്ടെന്ന് തീരുമാനമെടുക്കുവാൻ പറ്റുന്ന ഒരു കേസല്ലെന്നാണ്. അത്രത്തോളം ഗുരുതര സ്വഭാവമാണ് ഇതിൽ എടുത്തു കാണിക്കുന്നത്. വിശദമായ വാദം കേൾക്കേണ്ടതുണ്ട്. അതിനുശേഷം ഇത് ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് മറ്റൊരു ദിവസം പരിഗണിക്കുമെന്നാണ് കോടതി അറിയിച്ചത്. ക്രിസ്മസ് അവധിക്ക് ശേഷമായിരിക്കും പരിഗണിക്കുക എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും ഇന്ന് ചേരും. ഇതിൽ പത്മകുമാറിനെതിരെയുള്ള നടപടി ചർച്ചാ വിഷയമാകും. ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളികൾ കടത്തിയ ശേഷം ചെമ്പിൽ പുതിയതായി ഉണ്ടാക്കിയ സ്വർണം പൂശി തിരികെ കൊണ്ടുവച്ചുവെന്നാണ് SITയുടെ നിഗമനം. ഇത് സ്ഥിരീകരിക്കാൻ ഇപ്പോഴുള്ള സ്വർണ്ണപ്പാളികളുടെ കാലപ്പഴക്കം VSSയുടെ ലാബിൽ പരിശോധിക്കുന്നുണ്ട്. സ്വർണ്ണപ്പാളികൾ ഒറിജിനൽ ആണോ എന്നറിയുന്നതിൽ ഹൈക്കോടതിയും സംശയം പ്രകടിപ്പിച്ചിരുന്നു. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്ന് കുറെ സ്വർണം പിടിച്ചെടുത്തതാണ്. പാളികളിൽ നിന്ന് കവർന്ന സ്വർണം തിരികെ നൽകി തലയൂരുവാനാണ് അപ്പോൾ പ്രതികൾ ശ്രമിച്ചത്. സ്വർണ്ണ കൊള്ളയ്ക്ക് അന്താരാഷ്ട്ര ബന്ധം ഹൈക്കോടതി സംശയിച്ചതോടെ അത്തരം നീക്കങ്ങളൊന്നും ഉണ്ടായില്ല. ശ്രീകോവിലിന്റെ ഭാഗമായ സ്വർണ്ണപ്പാളികൾ കവർന്നതിൽ ഈജിപ്തിലെ പുരാവസ്തു വ്യാപാരികളുമായുള്ള ബന്ധം വരെ ആരോപിക്കപ്പെട്ടു. വൻ വ്യവസായിക്ക് പാളികൾ വിറ്റതായി പ്രതിപക്ഷ നേതാവ് VD സതീശനും ആരോപിച്ചിരുന്നു. ബോർഡ് മുൻ പ്രസിഡന്റുമാരായ A പത്മകുമാർ, N വാസു എന്നിവരുടെ വിദേശ യാത്രകൾ ദുരൂഹമാണെന്ന് SIT കണ്ടെത്തിയതാണ്. പത്മകുമാറിന്റെ പാസ്പോർട്ട് അടക്കം പിടിച്ചെടുക്കുകയായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇരുവരും വിദേശ യാത്രകൾ നടത്തിയിരുന്നതായി വിവരങ്ങൾ പുറത്തുവന്നു. പത്മകുമാറും വാസുവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ച് യാത്ര നടത്തിയത് എന്തിനാണെന്ന ചോദ്യമാണ് പിന്നീട് ഉയർന്നത്. വിഗ്രഹങ്ങളും ദൈവികാംശമുള്ള സ്വർണ്ണപ്പാളികളും ഒക്കെ മോഷ്ടിച്ചാൽ വിദേശത്ത് അവയൊക്കെ വിലമതിക്കാനാവാത്ത ഡിവൈൻ വാല്യൂ ഉപയോഗിച്ച് കോടികൾ നേടാം. ഇന്ത്യയിൽ നിന്നുള്ള അപൂർവം വിഗ്രഹങ്ങളും ശില്പങ്ങളും US, യൂറോപ്പ്, ഓസ്ട്രേലിയ, ഗൾഫ് എന്നിവിടങ്ങളിലെ പല ആർട്ട് ഹൗസുകളിലും സ്വകാര്യ ശേഖരത്തിലുണ്ട്. ഇന്റർപോളുമായി ചേർന്ന് വിദേശത്ത് അന്വേഷണം ചിലപ്പോൾ നടന്നേക്കാം. പങ്കുള്ള രാഷ്ട്രീയക്കാർ അടക്കം വൻ തോക്കുകൾ അകത്താകും. കള്ളപ്പണ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും വെളിച്ചത്താകും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം മുൻ സെക്രട്ടറി S ജയശ്രീ മുൻകൂർ ജാമ്യം തേടി സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ആരോഗ്യ കാരണങ്ങൾ കണക്കിലെടുത്ത് മുൻകൂർ ജാമ്യം വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി സമർപ്പിച്ചത്. ഇതേ തുടർന്ന് അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ 4ാം പ്രതിയാണ് ജയശ്രീ. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറിയായ ജയശ്രീ മിനിറ്റ്സിൽ തിരുത്തൽ നടത്തിയെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ചെമ്പുപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടണമെന്നായിരുന്നു ഇവർ മാറ്റം വരുത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ജയശ്രീ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നതിനിടയിലായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. പ്രധാനമായും 4 കാര്യങ്ങളാണ് SITക്ക് ജയശ്രീയിൽ നിന്നും അറിയേണ്ടത്. പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വശം ചെന്നൈക്ക് കൊടുത്തുവിടുവാൻ തീരുമാനമെടുത്ത് ഫയൽ ദേവസ്വം സെക്രട്ടറിയായിരുന്ന ജയശ്രീക്ക് കൈമാറിയ ശേഷം പ്രസിഡന്റായിരുന്ന A പത്മകുമാർ അതിൽ തിരുത്തൽ വരുത്തിയെങ്കിൽ അതിൽ മെമ്പർമാരായ ശങ്കർദാസും വിജയകുമാറും സാക്ഷിയായിരുന്നു. പാളികൾ കടത്തുവാനുള്ള ഉത്തരവ് ബോർഡിന്റെ പൂർണ്ണമായ തീരുമാനപ്രകാരമായിരുന്നു. ബോർഡ് ഫയൽ തിരികെ ആവശ്യപ്പെട്ടാൽ നൽകാൻ സെക്രട്ടറി ബാധ്യസ്ഥയാണ്. മെമ്പർമാരുടെ സാന്നിധ്യത്തിലായിരുന്നു തിരുത്തലെങ്കിൽ അവരും പ്രതിചേർക്കപ്പെടും. പത്മകുമാർ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഫയലിൽ തിരുത്തൽ വരുത്തിയതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി വശം പാളികൾ ചെന്നൈക്ക് കൊടുത്തുവിടുവാൻ തീരുമാനമെടുത്തത് പത്മകുമാർ ഒറ്റയ്ക്കാണെന്നുമാണ് നേരത്തെ ചോദ്യം ചെയ്തപ്പോൾ 2 മെമ്പർമാരും പറഞ്ഞത്. തങ്ങൾ ഫയലിൽ ഒപ്പിട്ടിട്ടില്ലെന്നും ഇവർ പറഞ്ഞിരുന്നു. 3ൽ 2 ഭൂരിപക്ഷമില്ലാതെ ഉത്തരവുകൾക്ക് അംഗീകാരം എങ്ങനെ കൈവന്നു എന്ന ചോദ്യത്തിനും ജയശ്രീ മറുപടി നൽകേണ്ടി വരും.
ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിന്റെ പിത്തള പാളികൾ എന്ന പരാമർശം തിരുത്തി ചെമ്പ് പാളികൾ എന്നാക്കിയത് മാത്രമാണ് പത്മകുമാറിന്റെ സ്വന്തം കൈപ്പടയിലുള്ളതെങ്കിൽ അത് കൊള്ളയിലേക്ക് നയിച്ച കാര്യങ്ങളിൽ ഒന്നും മാത്രമായി SIT പരിഗണിക്കൂ. ജയശ്രീയെ മാപ്പ് സാക്ഷിയാക്കി പരിഗണിച്ച് ചോദ്യം ചെയ്ത് വിട്ടയക്കുവാനും സാധ്യതകൾ ഏറെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. ഈ നിമിഷം വരെയും CPM ഒരു നടപടിയും സ്വീകരിക്കാതെ അവരെ രാഷ്ട്രീയമായി തന്നെ സംരക്ഷിക്കുകയാണ്. വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റും കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയുമായിരിക്കുന്ന കാലത്ത് കേരളത്തിലെ ക്ഷേത്രങ്ങളിലുണ്ടായ പഴയ ഉരുളി, ചെമ്പ്, വിളക്കുകൾ ഉൾപ്പെടെയുള്ള പുരാവസ്തുക്കളായിട്ടുള്ളതെല്ലാം ലേലം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അന്ന് അതിനെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ചെന്നിത്തല എതിർക്കുകയും ചെയ്തു. ദേവസ്വം ബോർഡിന് ഇതുമായി ബന്ധപ്പെട്ട് കത്ത് കൊടുത്തു. കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ഈ പഴയ ഉരുപ്പടികൾ വെക്കുവാൻ സ്ഥലമില്ല എന്നായിരുന്നു അവരുടെ ന്യായീകരണം. നിയമസഭയ്ക്കകത്ത് വിഷയം ഉന്നയിച്ച ശേഷമാണ് ഇത് നിർത്തിവെച്ചത്. ഈ കൊള്ളയ്ക്ക് വലിയ വ്യാപ്തിയുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ മുഴുവൻ പുരാവസ്തുക്കളും വിൽപ്പന നടത്താനും അതിൽ നിന്ന് വൻ തോതിലുള്ള പണം ഉണ്ടാക്കാനുമുള്ള ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ സ്വർണ്ണക്കൊള്ള എന്ന് വ്യക്തമാണെന്നാണ് ചെന്നിത്തല പ്രതികരിച്ചിരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് ആരാണെന്ന ചോദ്യവും പ്രസക്തമായിരുന്നു. CPMന്റെ പിന്തുണയില്ലാതെ ഇങ്ങനെയൊരാൾക്ക് ശബരിമലയിൽ എത്തുക അസാധ്യമാണ്. ദേവസ്വം മന്ത്രിയുടെ അംഗീകാരവും നിർബന്ധം. പത്മകുമാറിലൂടെയാണ് അക്കാലത്ത് CPM സർക്കാർ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിച്ചത്. അന്ന് പത്മകുമാർ വല്ലാത്ത ആശയക്കുഴപ്പത്തിലുമായിരുന്നു. അദ്ദേഹത്തിന് സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നില്ല. യുവതീ പ്രവേശന കാലത്ത് പത്മകുമാർ തന്റെ നിലപാട് വ്യക്തമാക്കിയെങ്കിലും അതാരും ചെവിക്കൊണ്ടില്ല. ഒരു ഘട്ടത്തിൽ പത്മകുമാർ പിണറായിക്ക് അനഭിമതനാവുകയും ചെയ്തു. ശബരിമലയിലെ ദേവസ്വം കോൺട്രാക്ടറായിരുന്നു പത്മകുമാറിന്റെ പിതാവ് P. അച്യുതൻ നായർ. ശബരിമലയിലെ വെടി തേങ്ങ കരാറുകാരൻ. വർഷങ്ങളോളം പത്മകുമാറിന്റെ കുടുംബം തന്നെയായിരുന്നു ഈ ഒരു കരാർ ഏറ്റെടുത്തിരുന്നത്. ഇതിനു പുറമെയാണ് ശബരിമലയിലെ ഉറക്കുപാട്ടായ ഹരിവരാസനം എഴുതിയ പുറക്കാട് കോന്നകത്ത് ജാനകി അമ്മയുടെ കുടുംബത്തിലെ ഇളമുറക്കാരൻ കൂടിയായ പത്മകുമാർ. 1957 മെയ് 27 പത്തനംതിട്ടയിലെ ആറന്മുളയിലാണ് ഇയാൾ ജനിച്ചത്. ചങ്ങനാശ്ശേരി NSS കോളേജിലും ആലപ്പുഴ ST കോളേജിലുമായിരുന്നു വിദ്യാഭ്യാസം. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയാണ് CPM രംഗത്തേക്ക് വന്നത്. 25-ാം വയസ്സിൽ അദ്ദേഹം CPMന്റെ ഏരിയ സെക്രട്ടറിയായി. 1983 CPMന്റെ ആദ്യ ജില്ലാ കമ്മിറ്റി പത്തനംതിട്ടയിൽ രൂപീകൃതമായപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമായി. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരിക്കെ 34-ാം വയസ്സിൽ 1991 കോന്നിയിൽ നിന്ന് നിയമസഭാംഗമായി. 1996 സിറ്റിംഗ് സീറ്റിൽ അടൂർ പ്രകാശിനോട് പരാജയപ്പെട്ടു. പിന്നീട് 2001 ആറന്മുളയിൽ നിന്ന് മത്സരിച്ചെങ്കിലും തോൽവി നേരിട്ടു. പാർട്ടിയിൽ VS അച്യുതാനന്ദൻ പക്ഷത്തിന് ശക്തമായ സ്വാധീനമുണ്ടായിരുന്ന പത്തനംതിട്ട ജില്ലയിൽ പിണറായി വിജയൻ പക്ഷത്തിനായി ഉറച്ചുനിന്ന പോരാട്ടം നയിച്ച നേതാക്കളിൽ പ്രധാനിയായിരുന്നു ഇയാൾ. ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ പിണറായി പക്ഷത്തെ കരുത്തനായിട്ടാണ് പത്മകുമാർ കണക്കാക്കപ്പെട്ടിരുന്നത്. 2017 ഈ പത്മകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിതനായത്. ശബരിമലയിൽ സ്ത്രീ പ്രവേശന വിവാദം കൊടുമ്പിരി കൊണ്ടിരുന്ന സമയത്താണ് ഇദ്ദേഹം ബോർഡ് ഭരിച്ചിരുന്നത്. ഈ വിഷയത്തിൽ ആചാര ലംഘനം നടത്തി സ്ത്രീകളെ സന്നിധാനത്ത് പ്രവേശിപ്പിക്കുന്നതിനോട് അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിന് വിരുദ്ധമായി അദ്ദേഹം സ്വീകരിച്ച ഈ നിലപാടുകൾ CPM സംസ്ഥാന നേതൃത്വത്തിന്റെ കടുത്ത അതൃപ്തിക്കും കാരണമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായി അദ്ദേഹം പരസ്യമായി ഏറ്റുമുട്ടിയതും പാർട്ടിക്ക് അനിഷ്ടമുണ്ടാക്കി. കഴിഞ്ഞ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ മന്ത്രി വീണ ജോർജിന്റെ പ്രത്യേക ക്ഷണിതാവാക്യത്തിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ പത്മകുമാർ പരസ്യ പ്രതിഷേധവും നടത്തിയിരുന്നു. ഇതോടെ പാർട്ടിക്ക് അനഭിമിതനായ നേതാവായി മാറി. തുടർന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും പുറത്താക്കപ്പെട്ടു. CPM പത്തനംതിട്ട മണ്ഡലത്തിൽ ഏറെ പ്രതീക്ഷ വെച്ച നേതാവായിരുന്നു പത്മകുമാർ. എന്നാൽ 1991 കോന്നി MLA ആയതൊഴിച്ചാൽ പിന്നീട് രാഷ്ട്രീയ ഭാവിയിൽ കാര്യമായ ഉയർച്ച ഉണ്ടായില്ല. ശബരിമലയുമായി ആഴമേറിയ ബന്ധമുള്ളപ്പോഴും സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതോടെ പിണറായിയും സർക്കാരും മൂട്ടിൽ തീ പിടിച്ചു ഓടുകയാണ്.